നമസ്തേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അമൃത. അപ്പോൾ ഇന്നും എൻ്റെ കണ്ടൻറ്റ് സെയിം. രേണുസുതി. ഞാനൊരു റിയാക്ടറല്ല, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നൊരു ആളല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ അടുപ്പിച്ച് ഞാനിപ്പോൾ രേണുസുതിയുടെ വീഡിയോസ് ചെയ്യുന്നു, അപ്പോൾ റിയാക്ട് ചെയ്യുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. ശരിയാണ്, ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ റിയാക്ട് ചെയ്യുന്നു. അതിന് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുന്നത് രേണുസുതി തന്നെയാണ്. എന്നുവെച്ചാൽ ഫോൺ വിളിച്ച് എന്നെ ഒന്നും ചെയ്തതല്ല, നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാണ്ട് റിയാക്ട് ചെയ്യാനുള്ളൊരു ത്വരയില്ലേ, ഒരു ടെൻഡൻസി, അത് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു സിൽക്ക് സ്മിതയോടുകൂടി ഞാൻ ഒമിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അത് കറക്റ്റാവും, അല്ലെങ്കിൽ ആ ഒരു പത്തോഫയാണ് നമ്മുടെ രേണുസുതിയുടെ ഒരു സ്റ്റൈലെന്നൊക്കെ ഉറപ്പിക്കുന്നത് പോലെയാണ് രേണുസുതിയുടെ അടുത്തൊരു വീഡിയോ വന്നിരിക്കുന്നത്. ഞാൻ അത് വെച്ചുതരാം, നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയുന്നതും കൂടി നിങ്ങളൊന്ന് കേട്ട് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ എന്നോടൊന്ന് പറയണം. ഹായ്, ഹലോ, രേണുസുതിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാദങ്ങളും ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല തിരക്കിലാണ്. ഞാനിപ്പോഴും ദുബായിലാണ്, ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളും ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനിയും ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ ബൈ. സിൽക്കിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സിൽക്കിൻ്റെ സ്റ്റോറി അറിയാം. പാവം പിടിച്ച ആളായിരുന്നു. അങ്ങനെ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള യാതൊരു ഭദ്രതയില്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നൊരാളാണ്. അവർ വന്നു, ആക്ടിങ് ഫീൽഡിലേക്ക് എത്തി, ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവരെങ്ങനെയോ വഴിതെറ്റി, അറിയാലോ, എയർ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള മൂവീസിലൊക്കെ അഭിനയിച്ചു. അവരുടെ ലൈഫ് പിന്നീട് അതിനായി മാറി. അവിടെ നിന്നും അവരെ സ്നേഹിച്ചു, കൂടെ കൂടി, വഞ്ചിച്ചു. അവസാനം അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി അവർക്ക് എന്താ പറയുക, അത് കൺട്രോൾ ചെയ്യാൻ, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, ഡിപ്രഷൻ, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഫൈനലി അവർ ഡിസിഷൻ എടുത്തു, അറ്റംപ്റ്റ് സൂയിസൈഡ്. അത് അവർ വിജയിച്ചു അല്ലേ? നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ്. അതിൽ രേണുവിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ബിഹേവിങ് കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് അവരെ ഓർമ്മ വന്നത്. വേറെ ആരും എനിക്ക് ഓർമ്മ. ഒരുപാട് നടിമാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒക്കെ ശരിയാണെങ്കിൽ പോലും എനിക്ക് വേഗം ഓർമ്മ വന്നത് എനിക്ക് സിൽക്കിനെ തന്നെയാണ്. കാരണം എനിക്കിപ്പം സിൽക്കിൻ്റെ അത്രയും മോശമായ രീതിയിലുള്ള മൂവിയിൽ രേണു അഭിനയിക്കുന്നു എന്നല്ല അതിനർത്ഥം ഞാൻ പറഞ്ഞു വന്നത്. രേണു അവളുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കാതെ, ഒരു താൻ എന്തായിരുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാതെ, സകല എന്താ പറയുക കോൺട്രവേഴ്സിയിൽ പോയി തലയിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനും ചീത്ത വിളിക്കാനും അവർക്ക് ഒരു കണ്ടൻ്റായിട്ട് മാറി, ബഹളം വെച്ച്, തനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ടെന്നുള്ള അല്ലേ, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ്, ഒരു പേഴ്സണാലിറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് തനിക്കുണ്ടെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ പൈസയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ഒരു കൊളാബ് വന്നു, അത് ചെയ്യണോ വേണ്ടോ എന്ന് രണ്ടാമത് ആലോചിക്കില്ല. അതിൻ്റെ എമൗണ്ടിൻ്റെ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പുറകെ. അതിന് എക്സാമ്പിളാണല്ലോ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ചെയ്യാം. അതിനകത്തൊരിക്കലും ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ കാണിച്ച് എന്തൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ ചെയ്യാം, ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അല്ലേ,
കൊണ്ടുണ്ടാക്കുന്നത് അവിടെ പോയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്നേ. എന്തോത്തിന് കുറച്ച് പിന്നെ മോങ്ങലും തേങ്ങലും തുണി മാറ്റിയും ഒക്കെ അങ്ങനെ കിട്ടുന്ന ഒരു പൈസയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. ഒരു ദിവസം ഇവരൊക്കെ മടുക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നേ ഇവരൊക്കെ. കാരണം കുറേ അതായത് മനുഷ്യന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരാൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരഹങ്കരിക്കും. ഈ അല്പന അർദ്ധരാത്രിക്കും കൂടെ പിടിക്കും, അതാണല്ലോ പഴഞ്ചൊല്ല്. അപ്പം എന്തായാലും പൈസകൾ ഇങ്ങനെ കൂടുമ്പോൾ, അല്ലെങ്കിൽ അധ്വാനം കൂടുമ്പോഴാണല്ലോ നമുക്കതിന് ഫലവും കൂടുതലായി കിട്ടുക. അപ്പം അങ്ങനെ ആ ഫലം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേയൊക്കെ അഹങ്കാരം ആർക്ക് വരും? നമ്മുടെ ചേച്ചിക്ക് വരും. അപ്പോൾ ചേച്ചിയുടെ നാവിന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വീഴുന്നതിനേക്കാളും കുറച്ച് കഷ്ടത്തിലായിരിക്കും കൂടെ നിൽക്കുന്നവരോടുള്ള ബിഹേവിയർ. ഒരു പരിധിയിൽ കൂടുതൽ മനുഷ്യർക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓരോരുത്തരായിട്ടിങ്ങനെ മാറാൻ തുടങ്ങും, വിട്ടുമാറാൻ തുടങ്ങും. പിന്നെ വിട്ടുമാറിക്കഴിഞ്ഞ് പിന്നെ സത്യാവസ്ഥകളൊക്കെ അവർ വിളിച്ചു പറയാൻ തുടങ്ങും. അവിടെ തുടങ്ങും നമ്മുടെ ചേച്ചിയുടെ ഒരു അധപ്പതനം. സത്യം. അന്നേരം പിന്നെ കയ്യും കാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അന്നേരം ആരെങ്കിലും കൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ ചിലപ്പം ജന്മം തന്നവർ പോലും കൂടെ ഉണ്ടാവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാലഘട്ടമായത്. അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ സൂക്ഷിച്ചാൽ അവൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവസാനം എത്തുന്നത് 6 അടി മണ്ണിനായിരിക്കും. എല്ലാവരും ചെല്ലും 6 അടി മണ്ണിൽ. ഞാൻ ഉൾപ്പെടെ എല്ലാവരും 6 അടി മണ്ണിന് ഉടമസ്ഥരാണ്, വേറൊന്നിനും ഉടമസ്ഥരല്ല. നമ്മൾ വേറൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഉടയ തമ്പുരാൻ കാണും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊന്ന് പറയണം കേട്ടോ. എനിക്ക് സത്യമായിട്ടും അറിയാമല്ലോ, എനിക്ക് പെട്ടെന്ന് സിൽക്കിനെ ഓർമ്മ വന്നത്, വേറെ ആരെയുമല്ല. കാരണം രേണുവിൻ്റെ ഒരു ധാർഷ്ട്യം, വർത്തമാനം വേണം, തൻ്റെ ഇടം വേണം, ചങ്കൂറ്റം വേണം, എല്ലാം വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രേണു പോകുന്ന വഴി കുഴപ്പമില്ല, അവൾ പൊക്കോട്ടെ, അവൾ ആക്ട് ചെയ്തോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. പുച്ഛിച്ച് തള്ളിക്കോട്ടെ, ഞാൻ കാശുണ്ടാക്കുന്നുണ്ട്, അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഞാൻ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതവും ഇപ്പോഴത്തെ ഒത്തിരി വ്യത്യാസമുണ്ടെന്നുള്ളത് ഓഫ് കോഴ്സ് ഞാനത് പറയുന്ന ഒക്കെയാണ്. പക്ഷെ നമ്മൾ ആ വ്യത്യാസം നമ്മൾ കാണുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയും അത് നമ്മൾ കാണിക്കണം. ആക്ടിങ് ഫീൽഡിൽ അവൾ എന്ത് ചെയ്യുന്നാലും ഞാൻ അതിനെ ഒന്നും പറയില്ല. കാരണം വെച്ചാൽ ആക്ട് അതങ്ങനെയാണ് അല്ലേ. ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കി ഒരു സംവിധായകനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനകത്ത് അയാൾ പറയുകയാണ് എൻ്റെ ഒരു ആൽബം അല്ലെങ്കിൽ എൻ്റെ ഒരു സീൻ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന കാശ് വാങ്ങി അഭിനയിക്കണം. അവൾക്ക് നോ പറയാം. ഈ സീനിൽ എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് ആ പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതല്ല, ഞാൻ അതിന് ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരി അതിന് ക്യാഷ് വാങ്ങി ഇട്ടാണ് അഭിനയിക്കുന്നത് തന്നെ. അപ്പോൾ ചില സീനുകളിലൊക്കെ അഭിനയിക്കേണ്ടി വരും, ചില രീതിയിലൊക്കെ. കാരണം നമ്മുടെ മലയാള സിനിമ ഉൾപ്പെടെ എല്ലായിടത്തും നോക്കി അറിയാൻ പറ്റും. അപ്പം ഒരുപാട് വൾഗാരിറ്റി ഒന്നും അഭിനയിക്കുന്നില്ല രേണു. ആൾക്കാർ കളിയാക്കുന്ന അവളുടെ കുറേ കോഷ്ടിയും ചേഷ്ടകളും ഒക്കെയാണ്. പക്ഷെ അതിലുപരി അവളുടെ നാക്കിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവളെ എടുത്ത് പൊങ്കാലിടുന്നത്. അവളുടെ പ്രവൃത്തിയിലേക്കാൾ കൂടുതൽ നാക്കിനെയാണ്. അത് നേരെയാക്കാത്ത പക്ഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നാക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു നാക്ക്, അതായത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് കയ്യിൽ നിന്ന് പോയ കല്ലും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഞാനതിൽ ഓരോന്നൊന്നേന്ന് എടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അങ്ങ് ഒരുപാട് ടൈം എടുക്കും എൻ്റെ വീഡിയോ. അപ്പം അതുകൊണ്ട് നാക്കിനെ സൂക്ഷിക്കുക. അത് എനിക്കും ബാധകമാണ്, കേട്ടുകൊണ്ടിരിക്കണം, നിങ്ങൾക്കും ബാധകമാണ്, ചെയ്തുകൊണ്ടിരിക്കണം.
ചേച്ചിക്കും ബാധകമാണ്. അപ്പം സിൽക്കിനൊന്നും സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയട്ടെ, പ്രവൃത്തിയിൽ കൊണ്ടുവരട്ടെ. അതിനൊക്കെ ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ശരിയാവും എന്ന് ഞാനും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ് ചെയ്ത് സഹായിക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെന്നേ എല്ലാവരും. ആരാണ് റീച്ച് ആഗ്രഹിക്കാത്തത്? ആരുമില്ല. പക്ഷെ എല്ലാത്തിനൊക്കെ ലിമിറ്റില്ലയോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റ ബൈ ബൈ.